ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മളുടെ പാർക്കിൽ വെച്ചിട്ട്. സോ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ്. എനിക്ക് തന്നെ വരുന്ന ഒരു 80% ഓഫ് കേസിലും പറയുന്നതാണ് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഓവർ തിങ്കിങ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓവർ തിങ്കിങ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്? അപ്പോൾ എല്ലാവർക്കും ഒന്നും തെറപ്പി അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് അതിന് സാഹചര്യം ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചേർന്നിരുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ, സോ ബേസിക്കലി ഇതിനെ സയൻറ്റിഫിക്കലി ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെയാണ് പറയുക. നമ്മളതൊരു റിസർച്ച് മെത്തേഡാണ്. ഒരു 8 to 12 ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ആൻഡ് അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒരു പാറ്റേണിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. പക്ഷേ ഇവിടെ നമ്മളൊരു മോർ ഓഫ് ലൈക്ക് എ സപ്പോർട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് ആ പ്രോഗ്രാം നടക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സക്സസ്ഫുൾ പ്രോഗ്രാം, ബിക്കോസ് നമ്മളിതൊരു ഓപ്പൺ പ്രോഗ്രാം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ദർ ഇസ് നോ രജിസ്ട്രേഷൻ ഫീ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേര് വരും, എങ്ങനെ പ്രോഗ്രാം പോകും എന്നൊന്നും അറിയത്തില്ല. കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ എക്സ്പെരിമെൻറ്റ് ഓൾസോ, ബിക്കോസ് ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം ഡിസ്കഷൻസ് നടക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ലൈക്ക് ബുക്ക് റീഡിങ് അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വെൻഡിങ് ഔട്ട് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോകുന്നതുകൊണ്ട് തന്നെ എത്ര പേര് വരും, എത്ര പേര് ഇത് മനസ്സിലാക്കി അറിഞ്ഞ്, അല്ലെങ്കിൽ ഇനി അതും ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. സോ ലെറ്റ് us see. ഞാനപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വെന്യും നമ്മുടെ ടീം മെമ്പേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ശേഷം അവിടെ ഈ എക്സ്പെരിമെൻറ്റ് വിജയിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്തു? വിജയിക്കണം, നടത്തി കാണിക്കണം. അതെ. അപ്പം നമ്മൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയും കൊണ്ട്? അല്ല, എന്താ നമ്മുടെ എയിം? എന്താ ഓവർതിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഉറക്കം പറയും. ഓവർതിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ട്സ് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലും ഹെൽപ്പ് ചെയ്യാനുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. സോ ഞങ്ങളിവിടെ പാർക്കിലെത്തി. ഇത് അറിഞ്ഞു വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി ഇവിടെ ഇരിക്കുന്നവരെ പിടിക്കണോ എന്നും അറിയില്ല. സോ നോക്കാം എന്താകുന്നു, അല്ലേ? ഓൾ ദി ബെസ്റ്റ്. സോ കുറച്ച് നേരം ഈ പോസ്റ്റർ വെച്ച് അലഞ്ഞിരിഞ്ഞ് നടന്ന് നമുക്ക് ആളുകളെ ഒപ്പിക്കാനായിട്ട് പറ്റി. ഇത്രയും ആളുകൾ വെരി വെൽക്കമിങ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് വന്നത്. ഈ ഓവർ തിങ്കിങ് എന്നുള്ളൊരു സംഭവം അവർക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ക്വൈറ്റ് എ ലോട്ട് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളൊരു ടീമാണ് നമുക്ക് ജോയിൻ ചെയ്തത്. സോ ഇവിടെ നമ്മൾ അവരെ എന്താണ് പ്രോഗ്രാം എന്നുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി സെഷനിലേക്ക് നീങ്ങുകയായിരുന്നു. സോ ഇറ്റ് വാസൻ ലൈക്ക് ഒരു ക്ലാസ്, അങ്ങനെയൊന്നും അല്ല. എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസസ്, ലൈക്ക് അവർ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ്, അതിലൊരു ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണോ അവരുടെ ഉള്ള തോട്ട്സ് കടന്നു വരുന്നത്, ഹൗ ദേ ഡ്വെൽ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നടത്തിയതെന്ന് പറഞ്ഞാൽ റാദർ ദാൻ ഓരോരുത്തർ അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ദ നെക്സ്റ്റ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ചെയ്തത്. സോ ദാറ്റ് ഒരു റാപ്പോ നമുക്ക് ഒരു ഗ്രൂപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു. എനിവേസ് അതെല്ലാം നടന്നു. ആൻഡ് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ്, ലൈക്ക് അവരുടെ തോട്ട്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് ഇല്ലാണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. സോ ദ കോപ്പിംഗ് മെക്കാനിസംസ്, ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂട്രീഷന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളൊരു പ്രസൻറ്റിലിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു, സക്സസ് അല്ലേ? എത്ര പേരുണ്ടായിരുന്നു? ഏറെക്കുറെ 10-12 പേരോളം ഉണ്ടായിരുന്നു. റാൻഡമായിട്ട് കണ്ടുവന്ന ആളുകളായിരുന്നു. ബട്ട് എനിവേസ് ലൈക്ക് ആളുകൾ വെയർ ഹാപ്പി അല്ലേ? യെസ്, വന്നവരെല്ലാം പറഞ്ഞത് മോർ സച്ച് പ്രോഗ്രാംസ് വെക്കണം എന്നാണ്. അപ്പോൾ എനിവേസ് വി ആർ ഓൾസോ ഹാപ്പി. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് വിജയിച്ചു എന്ന് പറയാം അല്ലേ? യെസ്. അപ്പോൾ സൈഷ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ സച്ച് പ്രോഗ്രാംസ്. സോ സ്റ്റേ ട്യൂൺഡ്.